ഞാൻ പറയാൻ പോവാണ്, തുടങ്ങാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് എൻജോയ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൂ ലവിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, എനിക്കറിയാം. പക്ഷേ ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നിങ്ങൾ കേട്ട് കാണാൻ ഒരു വഴിയില്ല. കാരണം അങ്ങനെയൊന്നില്ല. കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രൂ അല്ലേ, പിന്നെ അതിനകത്ത് എന്തോ ഇത്ര ട്രൂ ഫ്രണ്ട്ഷിപ്പ്? ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ലവിൻ്റെ കാര്യം പറയാം. ഈ ലവ് എന്ന് പറഞ്ഞാൽ അത് ഈ പലചരക്ക് കട പോലെ പല പല ചരക്കുകളാണ്. അങ്ങനല്ല, 1 സൈഡ് ലവ്, 2 സൈഡ് ലവ്, ട്രയാങ്കിൾ ലവ്, അങ്ങനെ. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വർണ്ണക്കട പോലെയാണ്. ഒരൊറ്റ ഐറ്റമേ കാണും, തനി തങ്കം. വൗ! പണ്ടേ ബികോം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ അബോധാവസ്ഥയിൽ, അതായത് ജവാൻ സ്നേഹം കൊടുമ്പിരി കൊണ്ട് അബോധാവസ്ഥയിലായിരിക്കുന്ന കാലഘട്ടം. അത് രാവിലെ തന്നെ ഇഡലിയും ഇടിയപ്പവും എല്ലാം കുത്തിക്കയറ്റുമായിരിക്കും. അപ്പം എൻ്റെ കൂട്ടുകാർ വീട്ടിലോട്ട് വരും. അപ്പോൾ അമ്മമാരോട് പറയും, എടാ പോയി 2 ഇഡലി തിന്നടാ. വേണ്ടമ്മേ. ഓ, ഒരെണ്ണം തിന്ന്, ചത്തൊന്നും പോകത്തില്ല. വേണ്ടമ്മ, ഞങ്ങൾ തിന്നിട്ടാ വന്നേ. എന്നാ പിന്നെ വേണ്ടെന്നും പറഞ്ഞു അമ്മ അടുക്കളയിലോട്ട് ചോറ് വെന്തോന്ന് നോക്കാൻ പോകുന്ന നേരത്ത് ഇവന്മാർ 8 ഇഡലിയും തിന്നും, എൻ്റെ ചായ എടുത്ത് കുടിക്കും. എന്നിട്ട് അമ്മ തിരിച്ചു വരാൻ നേരം ഇവന്മാർ അൻപത് ശിവത്തിലെ കമലഹാസന്റെ ഫിഗറും പിടിച്ചു ഇങ്ങനൊരു ഇരിപ്പ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫ്രണ്ട്സ് ആർ അവർ സ്കൂൾ. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ബെസ്റ്റായിട്ട് പഠിപ്പിക്കണമെങ്കിൽ അത് ഫ്രണ്ട്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. പണ്ടേ മീൻസിലായിട്ട് എൻ്റെ ചാച്ചൻ എന്നെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. 1 മാസം മെനക്കെട്ടിട്ടും പിണ്ടിയെന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം മുങ്ങും. അവസാനം മാനസികമായി പുള്ളി സഹിച്ചിട്ട് എന്നെ അവിടെ മുക്കിക്കൊല്ലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ഇന്ദുചൂടനെ രക്ഷിക്കുവാൻ വേണ്ടി നന്ദഗോപന്മാരാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന പോലെ എൻ്റെ കൂട്ടുകാർ അങ്ങോട്ട് സൈക്കിളും ചവിട്ടി വന്നത്. അപ്പോൾ അവന്മാരെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ അവർ ഈ വാട്ടർ പ്രൂഫാണ്. അതായത് 16 മണിക്കൂർ വെള്ളത്തിൽ കിടന്നാൽ അവന്മാർക്കൊന്നും പനിയൊന്നും വരത്തില്ല. അങ്ങനത്തെ ഒരു ടീം പിള്ളേരാണ്. അപ്പോൾ എന്നെയും എൻ്റെ ക്ലോസ് ഫ്രണ്ട് മൊട്ട ജോസിനെയും പഠിപ്പിക്കാനുള്ള പ്രോജക്റ്റ് ചാച്ചൻ അവന്മാർക്ക് അങ്ങ് ഔട്ട്സോഴ്സ് ചെയ്ത്. അപ്പം ഞങ്ങളുടെ മീൻസിലെ കടവിൽ ഒരു മരമുണ്ട്. അതിങ്ങനെ ടങ് ക്ലീനർ പോലെ ഇങ്ങനെ വളഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ എപ്പോഴും മുട്ടിക്കിടക്കും. നമ്മളത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൊങ്ങിക്കിടക്കാം. അതായത് പിടി വിട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ തുണിയും പോലെ നേരെ മൂളിപ്പോവും. അപ്പം ഇവന്മാർ എന്നെ ജോസുമോനെയും ഈ മരത്തെ പിടിപ്പിച്ചിട്ട് കരയിൽ പോയിരുന്ന് ട്രെയിനിങ് തുടങ്ങി. അപ്പം ജോസ് മുങ്ങാങ്കുഴി ഇടുമ്പം ഞാൻ മരത്തെ പിടിക്കും, ഞാൻ എന്നിട്ട് മുങ്ങാങ്കുഴി ഇടുമ്പം ജോസ് മരത്തെ പിടിക്കും. അപ്പോഴാണ് ആ കരയിലിരുന്ന് ഏതോ ഒരു തണ്ടി വിളിച്ചു പറഞ്ഞത് ഇന്ന് 2 പേരും കൂടെ ഒന്നിച്ചു മുങ്ങി. തിരിച്ചു പൊങ്ങി വന്നപ്പോൾ കണ്ടത് ഈ മരം മാനത്തൊരു 10 അടി മുകളിൽ നിൽക്കുന്നതാണ്. എനിക്ക് എന്നെ രക്ഷിക്കാനും പറ്റുന്നില്ല. ഈ മുടിയില്ലാത്ത കാരണം മൊട്ട ജോസ് പൊങ്ങി വന്നപ്പോൾ അവനെ മുടിയെ പിടിച്ച് അവനെ രക്ഷിക്കാനും പറ്റുന്നില്ല. ഉരുട്ടിപ്പിടുത്ത് പോയി കൂട്ടപ്പച്ചിലായി. പക്ഷെ അവസാനം അവിടെ തുണി അലക്കാൻ വന്ന തങ്കമ്മ ചേച്ചിയാണ് അങ്ങാടിയിലെ സുബോധം നഷ്ടപ്പെട്ട ആ യുവ തലമുറയെ രക്ഷിച്ചത്. ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ട സാരിയൊക്കെ അലക്കാൻ തങ്കമ്മ ചേച്ചിക്ക് കൊണ്ടുവരാൻ തോന്നുന്നത് ഞങ്ങളുടെ കാരണവന്മാരുടെ മുൻജന്മ സുഹൃത്തം. പക്ഷെ ആ സംഭവത്തിനൊക്കെ കഴിഞ്ഞത് കുറച്ചാൾ കഴിഞ്ഞപ്പം എനിക്ക്, അതായത് ഇടവേള ബാബുച്ചേട്ടൻ അമ്മയെ സ്നേഹിച്ചതുപോലെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച നീതു എന്ന പെങ്കുച്ച് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യം എനിക്ക് എന്താ മനസ്സിലായി. അപ്പം എൻ്റെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവനാ പറഞ്ഞാൽ അവൻ നീതുവിൻ്റെ അനീതിയുണ്ട്, ഗീതു എന്ന് പറഞ്ഞിരുത്തി. അവൾ ബികോമിന് ചേരാൻ പോവാം. അപ്പോൾ അവൾക്ക് നിന്നെ ഒരു നോട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ശരിയാ, അവൾക്ക് എന്നെ കാണുമ്പോൾ ഒരു നാണവും ഒരു കുലുക്കവും ഒരു കൂട്ടുകാരികളോട് ഒരു സ്വകാര്യം പറച്ചിലും ഒക്കെ. അപ്പം എനിക്കാണെങ്കിൽ ഈ ഓണം ബമ്പറടിച്ച തമിഴൻ ചേട്ടൻ്റെ ഭയങ്കര സന്തോഷം. ഞാൻ 1 മാസം ഒരു നാണവും ഇല്ലാതെ വെള്ളം കുടിക്കാതെ അവിടെ പുറകെ കിടന്നു. ചോട്ട് പോയി പച്ച വെള്ളം കുടിക്കാതെ അവിടെ പുറകെ കിടന്നു. എന്നിട്ട് എന്തായി, അവസാനം മൂത്രത്തിപ്പഴുപ്പിന് ഗുളിക വാങ്ങിക്കാൻ ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഈ ഗീതു സൺഡേ സ്കൂളും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വരിക. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് നെൽസനോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കാണ് ഭയങ്കര സന്തോഷം കൊണ്ട് നാണം കൊണ്ട് കുളിരി ഓരിട്ട് എൻ്റെ ചെവിയൊക്കെ മടങ്ങി ചെന്ന് ഇതിൻ്റെ ചുണ്ട ചെന്ന് തട്ടി. പറ സത്യം പറഞ്ഞാൽ നമ്മളിത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഡാഡിയൊക്കെ ഇട്ട് വന്നാണ് ഇത് വീട്ടിൽ ചോദിക്കേണ്ടത്. അത് പറയില്ല, നീ പറ. ചേട്ടൻ്റെ ബികോമിൻ്റെ പഴയ പുസ്തകം എനിക്ക് തരാമോ, ഞാൻ പകുതി വില തരാമെന്ന്. ആ ഓണം ബമ്പർ കാണാതെ പോയ തമിഴൻ ചേട്ടൻ്റെ അതേ നിരാശയിൽ ഞാൻ ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ സിലബസ് മാറിയെന്ന കള്ളം പറഞ്ഞ് ഞാൻ അതുകൊണ്ട് അപ്രാവശ്യം അവർക്ക് പുസ്തകമൊന്നും കൊടുക്കാൻ പോയില്ല. അങ്ങനെ നാട്ടിലെ കൂട്ടുകാരായിട്ടുള്ള ഈ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇവന്മാരെല്ലാം ഒഴിവാക്കാൻ വേണ്ടി തന്നെ MBA പഠിക്കാൻ വേണ്ടി അങ്ങ് കോയമ്പത്തൂരേക്ക് വെച്ച് പിടിച്ചു. ഏതോ ഒരു വലിയ മെമ്മോറിയൽ ബി സ്കൂൾ. അതേതും മെമ്മോറിയൽ ആണെന്നൊന്നും ചോദിക്കില്ല, അതൊന്നും എൻ്റെ മെമ്മറിയിലേ ഇല്ല. അപ്പം ചാച്ചൻ എന്നെ അന്ന് തന്നെ വെളുപ്പിനെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി ട്രെയിനും പിടിച്ച് ഞങ്ങൾ വെളുപ്പിനെ കോയമ്പത്തൂർ കോളേജിൽ ഡയറക്ടറിൻ്റെ മുറിയിൽ ചെന്നു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇത് ഡയറക്ടറിൻ്റെ മുറിയാണ്, നമ്മൾ ഡീസൻ്റായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മുണ്ടങ്ങ് പൊക്കിയിട്ട് അണ്ടർവെയറിൻ്റെ അകത്തുനിന്ന് സെമസ്റ്റർ ഫീസ് തപ്പാൻ തുടങ്ങി. ഈ സമയത്ത് ഡയറക്ടർ ശിശുപാലൻ മാതാവിനെ മെഴുകുതിരി കത്തിച്ച് അന്നത്തെ കൈനീട്ടമായിട്ടുള്ള ഫീസ് വാങ്ങിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നേ.
അപ്പൊ ആ നേരം ചാച്ചൻ അണ്ടർവെയറിന്റെ ഇടതുവശത്തെ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ വണ്ടിക്കോണിൽ നിന്നും വള്ളിയിൽ ഉളക്കി കിടന്നിരുന്ന 75,000 രൂപ ഒരു കണക്കിന് തപ്പിയെടുത്തതും ഡയറക്ടർ ശിശുപാലൻ ഒരു ശിശുവിന്റെ നിഷ്കളങ്കതയോട് തിരിഞ്ഞു വന്ന് ആ ഫീസ് 2 കൈ കൊണ്ട് വാങ്ങിച്ച് പെട്ടിക്കകത്തിട്ടതും ഒരുമിച്ചായി. സത്യം പറഞ്ഞാ ഞങ്ങളുടെ ചാച്ചന്റെ ചൈതന്യം കൊണ്ടാണോ എന്നറിയത്തില്ല, അതോ RBI ഗവർണറുടെ പ്രാക്ക് കൊണ്ടാണോ എന്നറിയത്തില്ല, നാട്ടിലെ കൂട്ടുകാരെ ഒഴിവാക്കി പുതിയ കൂട്ടുകാരൊന്നും വേണ്ടെന്ന് തിരിച്ചു വന്ന് എന്നെ ഇവിടെ വരവേറ്റത് ഒരു ലോട്ട് കൂട്ടുകാരായിരുന്നു. സത്യം പറയല്ലോ, നമ്മളെ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആർ മൈ സ്കൂൾ. എന്നെ അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്നും പഠിക്കണമെന്ന് വെച്ച് വന്നതാ. അമ്മരനെ ഓജോ ബോർഡ് കളിക്കാൻ പഠിപ്പിച്ചു, തുണി അലക്കാതെ ഏകദേശം 1 മാസം വരെ പിടിച്ചു നിൽക്കാൻ പഠിപ്പിച്ചു, വട്ടത്തിൽ പുകവിടാൻ പഠിപ്പിച്ചു, വാള് വെക്കാതെ വെള്ളം അടിക്കാൻ പഠിപ്പിച്ചു. ഒരു ജോലി വാങ്ങിക്കാൻ മാത്രം പഠിപ്പിച്ചില്ല, ഒരു ജോലി വാങ്ങിക്കാൻ മാത്രം പഠിപ്പിച്ചു. എന്നാലും സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-18 വർഷമായി. എന്നാൽ ഇവന്മാരോടുള്ള ഇഷ്ടം നമുക്ക് ആദ്യം കണ്ട ഏപ്പടത്തോടുള്ള ഇഷ്ടം പോലെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കുളിര് കോരി കിടക്കുക. എന്നാലും നമുക്കറിയാലോ, നമുക്കിപ്പോൾ പ്രകൃതിയെ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് പ്രകൃതിക്ഷോഭങ്ങളെ ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ഫ്രണ്ടുകൾ തരുന്ന 8ന്റെ പണി നമുക്ക് ഇഷ്ടമല്ല. കണ്ടില്ലേ, ഇന്നലെ ഞാൻ ഈ കണ്ടന്റൊക്കെ പറഞ്ഞപ്പോൾ തല്ലി അരച്ച് കൈയടിച്ചാൽ മാറി, ഇപ്പൊ പടം പുഴുങ്ങിയ പോലെ ഇരുന്ന് എനിക്കൊരു പണി തരുന്നു. പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞോ, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും മുഖം നോക്കാതെ, മൊഞ്ച് നോക്കാതെ, മതം നോക്കാതെ, മണി നോക്കാതെ നമുക്ക് വാരി കോരി തരുന്നത് ഒന്നുമില്ല. അത് ഈ പ്രണയമോ പ്രാർത്ഥനയോ ഒന്നുമില്ല. അത് ഇതുപോലത്തുള്ള കൂട്ടുകാരോടുള്ള ഇഷ്ടങ്ങളാണ്. ചുമ്മാ പറഞ്ഞോട്ടോ, ഞാനൊരു ക്ലൈമാക്സ് പറഞ്ഞ. താങ്ക് യു.